അഭിവന്ദ്യരായ ഗുരുവായൂരപ്പ ഭക്തർക്ക് എൻ്റെ നമസ്കാരം. അഖില ഭാരത നാരായണീയ പ്രചാര സഭ ഗുരുവായൂരിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ജൂൺ 5-നാണെന്നുള്ള വിവരം ഇതിനകം എല്ലാവരും അറിഞ്ഞിരിക്കും. അതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇതിലെ അംഗങ്ങൾക്ക് പല കാര്യങ്ങളിലും വേണ്ടത്ര അവബോധമില്ലാത്തതിൻ്റെ പേരിൽ പല തെറ്റിദ്ധാരണകളിലും അകപ്പെട്ടിട്ടുണ്ട്. സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ സേവനം ഇതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് സംഘടന പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷക്കാലം മുമ്പ് ഈ പ്രസ്ഥാനം രൂപമെടുത്തത് മുതൽ നാളിതുവരെ അംഗത്വമെടുത്തിട്ടുള്ള 40,000 അംഗങ്ങളിൽ ഭൂരിഭാഗവും സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, സംഘടനയുടെ നിർദ്ദേശ നിബന്ധനകൾ പാലിച്ചു പോകുന്ന, സംഘടനാ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ശരണാലയത്തിൻ്റെ സേവനം കിട്ടണമെന്ന് നിർബന്ധമുള്ളതിനാൽ എല്ലാ അംഗങ്ങളും സംഘടന നിർദ്ദേശിച്ച പ്രകാരം ഇതിന് പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് പാസ് എടുത്തെങ്കിൽ മാത്രമേ ശരണാലയത്തിൻ്റെ സേവനം കിട്ടുകയുള്ളൂ. ശരണാലയത്തിൻ്റെ നിർമ്മിതിയുടെ പ്ലാൻ ചെയ്തത് മുതൽ, അതിൻ്റെ ആദ്യ ധനസമാഹരണം മുതൽ ഈ മെയ് 30-നകം വരെ ധനസമാഹരണം നടത്തിയതിൻ്റെ മാനദണ്ഡത്തിൽ അടിസ്ഥാനമാക്കിയാണ് എൻട്രൻസ് പാസ് നൽകുന്നത്. ഇപ്പോൾ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഈ നാളിതുവരെ 10,000 രൂപയെങ്കിലും ശരണാലയ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തവർക്ക് മാത്രമേ പാസ് ഉണ്ടായിരിക്കുകയുള്ളൂ. പലരുടെയും ധാരണ പ്രചാരസഭയുടെ അംഗത്വം ഉണ്ടെങ്കിൽ, പ്രചാരസഭയുടെ ID കാർഡ് ഉണ്ടെങ്കിൽ ശരണാലയം സേവനം കിട്ടും എന്നാണ്. പക്ഷെ ഒരിക്കലുമില്ല. എത്ര അംഗമത്വമുള്ളവരും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരും സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഇതിൻ്റെ എൻട്രൻസ് പാസിനുള്ള അപേക്ഷാ ഫോം വാങ്ങി, ഓഫീസിൽ നിന്നും വാങ്ങി മെയ് 25-നകം കൊടുത്തിരിക്കണം. മെയ് 25-ന് ആ അപേക്ഷകളെല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ വിശദമായ പരിശോധന നടത്തിയിട്ട് അംഗങ്ങൾ നൽകിയ സമർപ്പണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എൻട്രൻസ് പാസിൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ആ ഗ്രേഡിനനുസരിച്ചായിരിക്കും ഒരു വർഷം ശരണാലയത്തിൽ നിന്നും കിട്ടുന്ന സേവന ദിനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അത് പലരും ഇത് ലാഘവത്തോടു കൂടി കാണുന്നു. ഇപ്പോൾ 9-ാം തീയതി മുതൽ ഫോം വിതരണം നടത്തിയിട്ടും ഈ ദിവസം ഇന്ന് 15-ാം തീയതി ആയിട്ടുള്ള ഒരാഴ്ചക്കാലത്തിനിടയിൽ 100 ഫോം പോലും ഇതിൽ ഓഫീസിൽ നിന്നും വാങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്തിലേക്ക് കലാശിക്കും. എന്നുവെച്ചാൽ ശരണാലയം നിർമ്മിതി ഉദ്ഘാടനം കഴിഞ്ഞ് സേവനത്തിനായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മെയ് 25-ന് ശേഷം അപേക്ഷ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഈ നാരായണീയ പ്രചാര സഭയിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ, അംഗത്വം ആചാര്യമുഖാന്തരം അംഗത്വം സ്വീകരിച്ചിട്ടുള്ളവർ എല്ലാവരും തന്നെ ഈ എൻട്രി പാസിനുള്ള ഫോം വൈക്കം ഓഫീസിൽ വന്ന് നേരിട്ട് വാങ്ങുകയോ ആചാര്യന്മാർ മുഖാന്തരം വാങ്ങുകയോ മെയ് 25-ാം തീയതിക്കകം അത് പൂരിപ്പിച്ച് നൽകിയില്ല എങ്കിൽ എന്നേക്കുമായിട്ട് ശരണാലയ സേവനം ലഭ്യമായിരിക്കുന്നില്ല എന്നതല്ലെന്നുള്ള വിവരം ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് 15, ഇനി കൃത്യം 10 ദിവസം മാത്രമേ ഉള്ളൂ.
ഈ 10 ദിവസത്തിനകം നാരായണീ പ്രചാര സഭയിൽ അംഗത്വമുള്ളവരെല്ലാവരും ഫോം വാങ്ങി പൂരിപ്പിച്ച് ആ പൂരിപ്പിച്ച കോളങ്ങളിൽ സമർപ്പണത്തിൻ്റെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോട്ടോ പതിച്ച് ഓഫീസിൽ നൽകിയിരിക്കണം. 10,000 രൂപ താഴെയാണ് നിങ്ങളുടെ സമർപ്പണമെന്നുണ്ടെങ്കിൽ അത് 10,000 രൂപയിലേക്ക് എത്തിച്ചില്ല എങ്കിൽ അപേക്ഷ സ്വീകാര്യമായിരിക്കുന്നതല്ല. 10,000 രൂപയ്ക്ക് മേലെ മുതൽ ഒരു നിശ്ചിത സംഖ്യയ്ക്ക് അടിസ്ഥാനമാക്കി ആ കാർഡിൻ്റെ ഗ്രേഡ് നിശ്ചയിച്ചതിന് ശേഷം ചിങ്ങം 1-ാം തീയതി മുതൽ ഈ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതും ചിങ്ങം 1 മുതൽ ശരണാലയത്തിൻ്റെ സേവനം ലഭ്യമാകുന്നതുമാണ്. ഇപ്പോൾ ഇതൊരു ഈ വീഡിയോയിൽ കൂടി ഇത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചക്കാലമായിട്ട് 40,000 അംഗങ്ങളുള്ള പ്രചാര സഭയിൽ വെറും 100 പേര് മാത്രമാണ് അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. മെയ് 25-ന് ശേഷം ഒരാൾക്കും അപേക്ഷ ലഭിക്കുന്നതല്ല, ഒരാളുടെ അപേക്ഷയും സ്വീകരിക്കുന്നതുമല്ല. അതുകൊണ്ട് ഗൗരവപരമായിട്ടുള്ള ഈ സർക്കുലർ അംഗങ്ങളുടെ പക്കൽ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പുകളിൽ കൂടി ഷെയർ ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യുകയോ അംഗങ്ങളെ നേരിട്ട് വിളിച്ചോ ഈ സംഘടനയുടെ നിർദ്ദേശം നിബന്ധന എത്തിക്കണമെന്ന് കർമ്മസമിതി അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരും കൂടും പ്രചാരസഭയിലുള്ള ആചാര്യന്മാരോടും പ്രത്യേകം നിർദ്ദേശിക്കുന്നു. അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ സർക്കുലർ കിട്ടുകയാണെങ്കിൽ മറ്റംഗങ്ങൾക്ക് പാസ് ചെയ്ത് ഷെയർ ചെയ്ത് ശരണാലയ സേവനം എല്ലാവർക്കും ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മെയ് 25-ന് ശേഷം ഈ അപേക്ഷ സ്വീകരിക്കുന്നതോ എൻട്രി പാസ് അനുവദിക്കുന്നതോ അല്ലായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.